പേയ്മെന്റ് വാങ്ങിയിട്ട് മൂവി റിവ്യൂ ചെയ്തിട്ടുണ്ടോ? നോ, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടോ? സാധ്യതയില്ല. അല്ല, ഞാൻ പെരേര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? പെരേര ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യം ചില സിനിമാക്കാർ, പുതിയതായിട്ട് വരുന്ന സിനിമാക്കാർ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തണം, ഞങ്ങളുടെ സിനിമ ഒന്ന് പ്രൊമോഷൻ ചെയ്യണം, ഞങ്ങൾക്ക് ടിക്കറ്റ് അടിച്ചു തരാറുണ്ട്, ഭക്ഷണം മേടിച്ചു തരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യാറുണ്ട്. ചെയ്ത കാര്യം ചെയ്തെന്ന് പറയാം. ഞാൻ ചെയ്തിട്ടില്ല. ഒരുപാട് പുതിയ സിനിമാക്കാരെ ഞങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേയ്മെന്റ് ഭക്ഷണമായിട്ടും, പിന്നെ പേയ്മെന്റ് ആയിട്ട് തന്നിട്ടില്ല, ഭക്ഷണം തന്നിട്ട് ടിക്കറ്റും മേടിച്ച് ടിക്കറ്റ് തന്നിട്ടുണ്ട്. പെരേര ഒരു കാമപുരാന്തനാണ്. കാണിക്കില്ല. ഞാൻ ഇവരെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിൽക്കാറില്ല, അതുകൊണ്ട് അറിയാൻ പാടില്ല. മൂവി റിവ്യൂ ഇവരെല്ലാം ഫേമസ് ആവാൻ താങ്കളാണ് കാരണം എന്ന് തോന്നി. തിയേറ്റർ റിവ്യൂ, തിയേറ്റർ മൂവി തോന്നിയിട്ടുണ്ടോ? ആ കാർഡ് ഇങ്ങനെ പൊക്കി കാണിക്കോ? യെസ്. ശരിയാണോ? ആ യെസ്. ലാലേട്ടന്റെ അഭിനയാണോ മമ്മൂക്കയുടെ അഭിനയാണോ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല? ലാലേട്ടൻ്റെ അഭിനയം. നിങ്ങളുടെ വ്യക്തിപരമായുള്ള ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ബാധിക്കുന്നുണ്ടോ? അതെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു, സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് അത് ഇടണ്ടായിരുന്നില്ല, ഡിലീറ്റ് ചെയ്യായിരുന്നു തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ? ഇല്ല. സത്യമാണ് ശ്രദ്ധിക്കാൻ പാനേ. വൈറലായ ശേഷി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ചിലർ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട, ഇവന്റെ കമ്പനി ശരിയാവില്ല പറഞ്ഞിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിലെ പല പിള്ളേർക്കെല്ലാം പലർക്ക് അസൂയ തോന്നിയിട്ടുണ്ട്, ഫേമസ് ആയത്. കാരണം എൻ്റെ ഫാമിലിയിലാണെങ്കിലും കൂടെ പഠിച്ചല്ലായിരുന്നു, ഞാൻ ഫേമസ് ആയിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജലസി തോന്നിയിട്ടുണ്ട് പലർക്കും. ഈ ഒരു റിവ്യൂവർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറാൻ തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ എഴുതുന്ന? അല്ല, ഈ ഫെയിം പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്, ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഈ ഫെയിം കാരണം. നിങ്ങളുടെ വീഡിയോസ് പലർക്കും ഇൻസ്പിറേഷൻ ആണെന്ന് നിങ്ങളോട് ആരെങ്കിലും വന്ന് ഡയറക്റ്റ് പറഞ്ഞു? പലർക്കും ഇൻസ്പിറേഷൻ ആണെന്ന് ഡയറക്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ നിങ്ങളെ ആരെങ്കിലും അനുകരിച്ചിട്ട് റീൽസ് ചെയ്യില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ മൂവീസിന് എല്ലാത്തിനും പോകുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ വൈറൽ ആവുന്നതിന് മുന്നേ നിങ്ങൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ആ ഒരു മൂവിക്ക് പോവാറുണ്ടോ? പോവാറുണ്ട്. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ളൊരു രീതി ഉണ്ടല്ലോ, അത് മാറണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതായത് കൂടുതലും ഞാൻ ഇപ്പൊ അതിനെ കുറിച്ച് പറയാം. ഈ സെൽഫി എടുക്കാൻ ചെല്ലുമ്പോ പിടിച്ച് തള്ളിയിടുക, ആ സംഭവങ്ങളൊക്കെ കുറെ പുതിയതായിട്ട് വരുന്ന ആക്ടർമാര് അതൊന്നും മാറ്റണം. കാര്യം അവരുടെ 150 രൂപ മുടക്കിയിട്ടാണ് അവർ നിങ്ങളെ പറയുന്നത്. അപ്പൊ അതേപോലെ തള്ളലും പിടിക്കലൊന്നും വേണ്ട പ്രേക്ഷകരെ. എനിക്ക് പറയാനുള്ളത് ഇയാളെ പോലെ വളരെ കഴിവുള്ളതും വളരെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ചാൻസ് കൊടുക്കണം. നിങ്ങളിപ്പോൾ റിവ്യൂ പറയുന്നില്ലേ, ഈ റിവ്യൂ പറയുന്നത് പല മൂവീസിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ടോ? ചില ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും മൂവി കണ്ട് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? എത്ര പടങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഉറങ്ങിയതിന്റെ പേരിൽ ഒരു പടത്തിന്റെ ഉറങ്ങിയതിന്റെ പേര് കേസ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷോ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഉറങ്ങൂ. വിഷ്ണു കൊച്ചിക്കാരനും പെരേരയും നിങ്ങളെ യൂസ് ചെയ്യാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട്, പെരേര ഉപയോഗിച്ചിട്ടുണ്ട്, ഇടക്കട്ടെ ഫെയിം തോന്നാകുമ്പോൾ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്.